മിലിറ്ററിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ മോഹൻലാലിനും MS ധോണിക്കുമെല്ലാം സർക്കാർ ലഫ്റ്റനന്റ് കേണൽ പട്ടം നൽകി ആദരിച്ചു. കുട്ടികളെ കൂടി മിലിറ്ററിയിലേക്ക് ആകർഷിക്കാൻ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ആർക്കാവും സർക്കാർ ലഫ്റ്റനന്റ് കേണൽ പട്ടം നൽകി ആദരിക്കുക? കേരളത്തിൽ അല്ല, ലോക മലയാളികൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ടിൻഡുമോൻ എന്ന പേരിൽ ഒരു കേണലോ? അതെ, ഇതേ ചിന്ത ടിൻഡുമോനും വന്നു. ഐഡിയ! അതോടെ ടിൻഡുമോൻ ടിൻഡു മേനോനായി. സാർ, സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്. ഓവർ. ഉടൻ കേണലിനെ വിളിക്കൂ. സാർ, കേട്ടില്ല. എടോ, ലെഫ്റ്റനന്റ് കേണൽ ടിൻഡു മേനോനെ വിവരം അറിയിക്കൂ. ഓവർ. യെസ് സാർ. സാർ, ടിൻഡുമോൻ സാർ. എടോ, തന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പേര് ടിൻഡുമേനോൻ എന്നാക്കിയെന്ന്? സാർ, പുറത്ത് ബോംബ് പൊട്ടുകയാണ്. തന്റെ പുറത്ത് ബോംബ് പൊട്ടിയെങ്കിൽ താൻ പോയി ഡോക്ടറെ കാണിക്കടോ. ഞാൻ ഡോക്ടർ ടിൻഡുമേനോൻ അല്ല. ഐ ആം ലഫ്റ്റനന്റ് കേണൽ ടിൻഡുമേനോൻ. സംജാ? അതല്ല സാർ, എന്തെങ്കിലും ഉടൻ ചെയ്തില്ലേ പ്രശ്നമാ. അമേരിക്കയുടെ അപ്രതീക്ഷിത ആക്രമണമാണ് ഉണ്ടായത്. സാറ് വേണം ഈ യുദ്ധം നയിക്കാൻ. അല്ല, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉള്ളത്? സാർ, യുദ്ധം നടക്കുമ്പോ നമ്മള് പട്ടാളക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് രാജ്യത്തിന്റെ തേങ്ങ. താൻ പോയി പുട്ടും പഴവും കൊണ്ടുവാ. എടോ, സാറിന് കഴിക്കാൻ പുട്ടും പഴവും പെട്ടെന്ന് കൊണ്ടുവാ. ഇതൊക്കെ എന്ത് പുട്ട്! നമ്മുടെ ദിലീപിന്റെ പുട്ട്. ആ പുട്ട് അതൊരു 1.5 പുട്ട് തന്നെയാ. സാർ, ഇത് 1.5 അല്ല, 2 കഷ്ണം പുട്ടാ. താനെന്താ ആക്കിയതാ? വേണ്ടേ, ഞാൻ അലമ്പായ മഹാ അലമ്പാ. സാർ, അമേരിക്കൻ സേന വീണ്ടും ബോംബിട്ടു. ദേ പുട്ടേ ബോംബ് അഗൈൻ. ഓഹോ, എന്നാ പുട്ടീസ് പുട്ട്, നോ മോർ പുട്ട് എന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഇനിയും പുട്ട് വേണോ? എടോ, ഇട്ടത് ഇട്ടു, ഇനി ഇടരുതെന്ന് പറഞ്ഞേക്ക്. യു ഡോണ്ട് നോ ദ ബേസിക് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. പക്ഷേ താൻ എന്നെ ഈ പുട്ട് തിന്നാൻ സമ്മതിക്കില്ലേ? സാർ, യുദ്ധം. എന്തൊരു ബഹളം! സ്വൈര്യത്തോടെ പുട്ടടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. സാർ, ആ ജവാൻ അമേരിക്കൻ പട്ടാളത്തെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാ. ജമാലോ? ഏത് ജമാല്? ഞാൻ ആ പട്ടാളക്കാരന്റെ കാര്യമാ ചോദിച്ചത്. സാർ, ജമാലല്ല, ജവാൻ. ഞങ്ങള് പട്ടാളക്കാരെ ജവാൻ എന്നാ വിളിക്കാറ്. എന്നാ ജവാൻ പോയി ഒരു കപ്പ് ചായ കൊണ്ടുവാ. സാർ, യുദ്ധം. പോയി ചായ എടുത്തു വാ, അല്ലെങ്കിൽ ഇവിടെ വേറെ യുദ്ധം നടക്കും. ദൈവമേ, ആ ചൂട് ചായ ഒറ്റ വലിക്കകത്താക്കിയല്ലോ. ഈ പുട്ടും പഴവും ചൂട് ചായയും നല്ല കോമ്പിനേഷൻ അല്ലേ? എന്താ അഭിപ്രായം? കുഴപ്പമില്ല. ഓഹോ, അപ്പോ തനിക്കിഷ്ടം പുട്ടും കടലയും ആയിരിക്കുമല്ലേ? സാർ, ഇനിയും വൈകിയാ നമ്മുടെ രാജ്യം യുദ്ധത്തിൽ തോറ്റു തൊപ്പിയിടും. ഓ, ഇവനെ കൊണ്ട്. എന്നാ താൻ ആ യൂണിഫോം ഇങ്ങട്. എന്താടോ ഇത്? അത് സാറിന്റെ നെയിം ബോർഡല്ലേ? താനൊന്ന് കുനിഞ്ഞേ. തന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ പേര് മാറ്റിയെന്ന്? ഐ ആം ലഫ്റ്റനന്റ് കേണൽ ടിൻഡു മേനോൻ. ഞാൻ എന്തായാലും പോയി റെസ്റ്റ് എടുക്കാം. ഈ യുദ്ധമൊന്നും എന്നെ കൊണ്ട് വയ്യ. ഓ, എന്തൊരു ബോറടി. താൻ ആ TV ഒന്ന് ഓൺ ചെയ്തേ. സാർ, യുദ്ധം. അതാ പറഞ്ഞത്, TV ഓൺ ചെയ്യാൻ. യുദ്ധം TVയിൽ ലൈവായി കണ്ടാ പോരെ? യുദ്ധം ടിവിയിൽ കണ്ടിട്ട് കാര്യമില്ല. കേണൽമാര് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കണം. എന്ത്? യുദ്ധത്തിൽ പങ്കെടുക്കാനോ? ഞാൻ ഇതുവരെ യുദ്ധം TV പോലും കണ്ടിട്ടില്ല. ഞാനാണോ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്? ഈശ്വരാ, ബോംബ്! ഒരു
ജവാനല്ലേ എന്നെ മാടി വിളിക്കുന്നത്? ഒന്ന് പോയി നോക്കട്ടെ. ദൈവമേ, കല്ലു, ആരാ ഇതോടെ കൊണ്ടുവച്ചത്? അല്ല, അത് ബോംബായിരുന്നോ? സബാഷ്. ഓ, നിങ്ങളാണല്ലേ കേണൽ സുഭാഷ്. ബൈ ദ ബൈ, ഞാൻ ടിൻഡു മേനോൻ. വെരി ഗുഡ്. ഓക്കെ സർ, ഇനിയും ഇതുപോലെ വല്ല ബോംബും ഉണ്ടോന്ന് നോക്കട്ടെ. ഏതായാലും ആ പണ്ടാര ബോംബ് കയ്യിന്ന് പൊട്ടാനത് ഭാഗ്യം. ഹാ, ഒന്ന് റൗണ്ട് അടിച്ചു വരാം. അരേ ഏതോ ഗൂംറാഹേ. ഇത് യുദ്ധഭൂമിയാ, ചുമ്മാ ഇങ്ങനെ നടക്കാതെ. പിന്നെ ഞാൻ എന്ത് വേണമടോ? തോക്കെടുക്കൂ, വെടിവെക്കൂ. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ദൈവമേ, അമേരിക്കക്കാരന്റെ വായിലേക്കാണല്ലോ പാവം പോകുന്നത്. Hey you, your countdown starts. 5, 4, 3, 2, 1. ഇവൻ എന്ത് അമേരിക്കക്കാരനാ? 1, 2, 3 എന്ന് നേരെ വണ്ണം എണ്ണാൻ പോലും അറിയില്ല. വെടിയുണ്ടല്ലേ ആ വരുന്നത്? ദേ, എതിർദിശയിൽ മറ്റൊരു അമേരിക്കൻ. സായിപ്പേ, ബാക്കിൽ നിന്ന് വരുന്നു. ഓ, ഏതായാലും രക്ഷപ്പെട്ടു. അവനതാ അമേരിക്കൻ ടാങ്കി പിടിച്ചു കയറുന്നു. ഇതെങ്ങനെയാന്ന് സ്റ്റാർട്ടാക്കുന്നേ? ഓ, അങ്ങനെ വരട്ടെ. കഷ്ടേക്കണവേ. ഇതിനെന്താ സ്പീഡില്ലേ? ഒന്ന് കൂട്ടണമല്ലോ. ഏതമർത്തിയാലാ ഇതിന്റെ സ്പീഡൊന്ന് കൂടുക? ഇതൊന്ന് അമർത്തി നോക്കട്ടെ. നമ്മുടെ കേണൽ സാഹസികമായി അതാ. ഓ, ഇവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആവാം. മേനോൻ സാറിന്റെ അടുത്ത ലക്ഷ്യം അമേരിക്കൻ ഹെലികോപ്റ്റർ ആണെന്ന് തോന്നുന്നു. ആ ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടുന്നതാ ബുദ്ധി. ആഹാ, എന്താ ഒരു കാറ്റ്! നേരത്തെ ഈ ബുദ്ധി തോന്നിയില്ലല്ലോ. ഈ ഹെലികോപ്റ്റർ ഡുണ്ടുമോളുടെ വീടിന്റെ മുമ്പിൽ തന്നെ നിർത്തണം. അവളുടെ അച്ഛന്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. അയാൾക്ക് വലിയ ജാടയാണെന്നേ. അല്പം മ്യൂസിക് കേൾക്കാം. ടൈഗർ കാളിംഗ് ടൈഗർ. ഇതെന്താപ്പത്? ടൈഗറോ? ഏത് ടൈഗർ? കേണൽ സാർ കേൾക്കാമോ? ഓവർ. കേൾക്കാം കേൾക്കാം, ഓവർ. ഇവിടെ സ്ഥിതി പൊതുവെ ശാന്തമാണ്. എന്താ സാറിന്റെ പൊസിഷൻ? ഇപ്പൊ ഞാൻ എന്റെ മൂക്ക് ചൊറിയുകയാ. ഓവർ. അവിടുത്തെ സ്ഥിതി ശാന്തമാണോ എന്നാ ചോദിച്ചത് സാർ. ആ, ഇപ്പൊ ശാന്തമാണ്. ഇനിയും ഓവർ ആക്കാണ്ട് വെച്ചിട്ട് പോ, അല്ലെങ്കിലേ ഒടുക്കത്തെ കാറ്റാ. പോരാത്തതിന് മുകളിൽ ഒരു ഫാനും. ഇതിലേതാ ഫാനിന്റെ സ്വിച്ച്? ഓഫ് ആക്കിയേക്കാം. ഓ, ഇതായിരിക്കും. അറിയാതെ ഓഫായി പോയതാ. അയ്യോ, രക്ഷിക്കണേ, എനിക്ക് സ്വർഗ